ഹായ് അമ്മ, എങ്ങനെയുണ്ട് പുതിയൊരു സംരംഭം? എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ആണോ? ഇപ്പൊ എല്ലാവരുടെ ബ്രാൻഡ് ഇതിനകത്തുണ്ടല്ലോ, ഓരോ പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ്, ജസ്റ്റ് ഒരു കാറ്റഗറി നെയിമാണ് അതെല്ലാം. അഹാന, എന്താണ് പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണം? പ്രോഡക്റ്റ് ലോഞ്ച് അങ്ങനെയല്ല, ഇത് ഓബയോസിയുടെ ഓപ്പണിംഗ് ആണ്. അപ്പൊ ഓബയോസിയിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഡിഫറെന്റ് ജ്വല്ലറി ആണെങ്കിലും ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ജ്വല്ലറി ഉണ്ട്. ബ്രൈഡൽ ടൈപ്പ് ഉണ്ട്, ഡെയിലി വെയർ ടൈപ്പ് ഉണ്ട്. അപ്പം അതിനെ ദിയ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദിയ റീസെന്റ് സാരീസും തുടങ്ങിയിരുന്നു. അപ്പം ഇതിനെ കാറ്റഗറൈസ് ചെയ്തപ്പോൾ ഓരോന്നിന് അഹാന, ദിയ, ഇഷാനി, ഹൻസിക എന്ന് പേരിട്ടു എന്ന് മാത്രം. അല്ലാതെ പുതിയൊരു പ്രോഡക്റ്റ് തുടങ്ങി അങ്ങനെയല്ല. അത് ഓസിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലും ആക്ച്വലി ഒരുപാട് ബഡ്ജറ്റ് റേഞ്ചസിലുള്ള പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ അതിനെ കസ്റ്റമേഴ്സിന് ഈസി ആക്കാൻ വേണ്ടി വേർതിരിച്ച് കാറ്റഗറീസ് ആക്കി. അതാണ് പേരിട്ടത്. എന്റെ പേരിൽ സാരീസ് ആണ്. റീസെന്റ് സാരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ബ്രൈഡൽ സാരീസ് ഒക്കെ. ബ്രൈഡൽ സാരീസ് മോസ്റ്റ്ലി അഫോർഡബിൾ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ബ്രൈഡൽ സാരീസ് ആണ്. ഇൻഫാക്ട് ഐ തിങ്ക് നമ്മൾ ഈ അടുത്ത് ഒരു വെഡിങ്ങിന്, നമ്മുടെ പരിചയത്തിലുള്ള ഒരാളുടെ വെഡിങ്ങിന് പോയപ്പോൾ കുറെ പേര് അവിടെ ഓസിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിരുന്നു. അപ്പം അതാണ് അഹാന എന്നുള്ള പേരിൽ. ഷാനി എന്ന് പറഞ്ഞാൽ കൂടുതലും സൗത്ത് ഇന്ത്യൻ, ആക്ച്വലി അതാണ് എല്ലാവരും അന്വേഷിച്ച് വരുന്നൊരു ജ്വല്ലറി. സൗത്ത് ഇന്ത്യൻ ഉപയോഗിച്ചിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ പീസസ് അതാണ് സൗത്ത് ഇന്ത്യൻ. പക്ഷെ അല്ല, ഇത്തവണ ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ ഹൻസിക എന്നുള്ള അത് നോർത്ത് ഇന്ത്യൻസ് അത് നോർത്ത് ഇന്ത്യൻസ് ഇടുന്ന ടൈപ്പാണ്. ഫുൾ എക്സ്ക്ലൂസീവ് ഐറ്റംസ്, ലെഹങ്കയുടെ കൂടി ഇടുന്നത്. ഞാനും നിങ്ങളെ പോലെ ആക്ച്വലി ആദ്യമായിട്ടാണ് കടയിൽ വന്ന എല്ലാം കാണുന്നത്. ഫോട്ടോസിലൂടെ കണ്ടിട്ടുണ്ട്, അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. വർക്ക് നടക്കുമായിരുന്നു. അപ്പോൾ ഞാനും ആക്ച്വലി അതിൽ പോയി നല്ല കണ്ടുവരുന്നേ ഉള്ളൂ, കൂടുതൽ കണ്ടില്ല. ബട്ട് വെരി വെൽ ഡൺ, ഇന്റീരിയേഴ്സും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ പേരിന് ചെയ്തത് നല്ല രസമുണ്ട്. ആ ഐഡിയ ഓസിയുടെ അല്ലേ? അതെ, നല്ല രസമുണ്ട്. ഓരോ റൂമിൽ ഇങ്ങനെ ഓരോ പേരൊക്കെ. പണ്ട് ഓസിയുടെ ചെറിയൊരു സ്റ്റോർ ആയിരുന്നപ്പോഴും ആക്ച്വലി ഒരുപാട് പേര് ബ്രാൻഡ് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഒരുപാട് പോപ്പുലർ ആയതുകൊണ്ട് ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഉള്ളവരല്ലാത്തവർ പോലും ട്രിവാൻഡ്രത്ത് വരുമ്പോൾ അവിടെ വന്ന സാധനങ്ങൾ കണ്ട് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ, ഇപ്പൊ നാച്ചുറലി ആ കുഞ്ഞു സ്റ്റോർ ആയിരുന്നപ്പോൾ ഉറപ്പായിട്ടും വന്ന് ഷോപ്പ് ചെയ്യുന്നവരുടെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അത്ര നല്ലതായിരുന്നില്ലായിരിക്കാം, കാരണം ഇറ്റ് വാസ് എ വെരി സ്മോൾ ഷോപ്പ്. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ഓസി ഡെയിലി പോലത്തെ ജ്വല്ലറിക്ക് ഇത്രയും വലിയൊരു സ്റ്റോർ ഐ തിങ്ക് റെയർ ആയിട്ടാണ് ഉള്ളത്. അപ്പം വിത്ത് സച്ച് ബ്യൂട്ടിഫുൾ ഇന്റീരിയേഴ്സ്. അപ്പം ട്രിവാൻഡ്രത്ത് ഉള്ളവർക്കാണെങ്കിലും ഇവിടെ വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നതല്ലാതെ യു കെൻ കം ടു ദ സ്റ്റോർ ആൻഡ് പർച്ചേസ്. ട്രിവാൻഡ്രത്ത് ഇല്ലാത്തവർ ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറാണ്. അപ്പം എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ഒക്കെ ചെയ്തിരിക്കുമ്പോൾ വന്ന് കണ്ട് നോക്കി പർച്ചേസ് ചെയ്യാൻ ഐ തിങ്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്റ്റോറാണ് ദിയ ഇവിടെ കവ്യാർ കൊറോമോണം. ഇറ്റ്സ് ലൈക്ക് ദ ഹാർട്ട് ഓഫ് ട്രിവാൻഡ്രം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഗ്രേറ്റ് ജോബ്. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഇളയ ആൾക്കാണ് എന്നാണ് പറയുന്നത്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്റ്റോറാണ്, വെരി ബ്യൂട്ടിഫുൾ പീസസ്. അപ്പം എല്ലാവരും വിസിറ്റ് ചെയ്യണം. കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് അല്ലേ? ഫ്രണ്ട്സ് തന്നെ വരും കസ്റ്റമേഴ്സിന്. എന്റെ നെയിമിലുള്ളത് കുറച്ചും കൂടെ ലെഹങ്ക, ഫുൾ ഡിസൈനർ പീസ്. അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് സൈഡിലോട്ടുള്ളതാണ്. വെഡിങ്സിനൊക്കെ നമ്മുടെ സംഗീത് ഓസി വെഡിങ്ങിന് ഇട്ടില്ലേ? അതെ, ഞാൻ എന്റെ വെഡിങ്ങിന് ഇട്ട ഒരു ലുക്ക് ഉണ്ടായിരുന്നു. ആ ടൈപ്പ് ഐറ്റം. ഈ ടൈപ്പ് ഒക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നത്? ഇഷാനി കാറ്റഗറി വരുന്ന ഞാനിപ്പോ ഇട്ടേക്കുന്ന പോലെ. ഞാൻ ഈ ഇട്ടേക്കുന്ന ഇതൊക്കെ ഇഷാനിയ. ഇത് ഇതെല്ലാം ഇഷാനിയ. എല്ലാം ഇഷാനി ടൈപ്പിൽ വരുന്നത്. അതാണ് അത് തുടങ്ങുമ്പോൾ മേ ബി അത് സിന്ധുന്നും കേക്ക് എന്നൊക്കെ നമുക്ക് ആക്കാം. പിന്നെ കിരീടമാണെങ്കിൽ ഒമീന്നാക്കാം. അങ്ങനെ നമുക്ക് വീട്ടിൽ കുറെ പേരുള്ള കാറ്റഗറിയും കുറെ കൊണ്ടുവരാൻ പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവരും ഒരുമിച്ച് ചേർന്നേക്കാം. അച്ഛനെയും കൂടെ ഒന്ന് വിളിച്ചിട്ട്. അച്ഛനമ്മയെ നടത്തി അച്ഛനമ്മയെ നടത്തി Umi, kamu? Iya. Iya. Baiklah. Hai. Hai, Umi. Hai Titi. Hai, dia. Oh, kata lebih dulu. Thank you so much.
ഇറങ്ങിക്കോട്ടെ ഓക്കെ താങ്ക് യു ഇറങ്ങിക്കോട്ടെ ഇറങ്ങിക്കോട്ടെ ഓൾ ദി ബെസ്റ്റ് ആയിട്ട് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും ഞങ്ങൾ അകത്ത് കയറ്റിയതിനും ബൈറ്റ് തന്നതിനൊക്കെ ഒരുപാട് താങ്ക്സ്. താങ്ക് യു Thank you. താങ്ക് യു Say bye. ബൈ ഓക്കെ ഇറങ്ങിക്കോട്ടെ ഓക്കെ കേട്ടോ താങ്ക് യു Thank you so much. Thank you. താങ്ക് യു